KM അഷ്റഫ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസീസ് കളത്തൂർ, കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ, MEC7 അംഗങ്ങൾ, നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അന്യായമായ കേന്ദ്ര സർക്കാരിന്റെ ടോൾ പിരിവിനെതിരെയുള്ള ഒരു ബഹുജന സമരത്തിന്റെ ഭാഗമായിട്ട് ആ സമരത്തിന് MEC7 അംഗങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഗുജറാത്തിലെയും ഉൾപ്പെടെയും MEC7 അംഗങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഗവൺമെന്റിന്റെ നയം തന്നെ 60 കിലോമീറ്ററിന്റെ ഇടയിലാണ് ഈ ടോൾ പിരിക്കുന്നത്. അത് പാർലമെന്റിൽ പാസ്സാക്കിയ നിയമമാണ്. പക്ഷേ നമ്മളിവിടുന്ന് കുമ്പളയിൽ നിന്നോ മധുരായിൽ നിന്നോ അല്ലെങ്കിൽ കാസർഗോഡിന്റെ ഭാഗത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകണമെങ്കിൽ 2 സ്ഥലത്ത് ടോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഇതിന് മംഗലാറിൽ നിന്ന് ഒന്ന് ആരിക്കാടി വരെ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വണ്ടിയോട് വരെ വരണമെങ്കിൽ തന്നെ നമ്മൾ ടോൾ കൊടുക്കേണ്ടത്. പ്രൈവറ്റ് ബസിന്റെ ചാർജ് ഇപ്പോൾ തന്നെ കൂട്ടാനുള്ള ആലോചനകളാണ്. സാധനങ്ങളുടെ വില കൂടും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നേരിടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരം, ഈ നിരാഹാര സമരത്തിന് കുമ്പള MEC7 എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അതിരാവിലെ ഈ നമ്മുടെ പതിവ് വ്യായാമത്തിന് ശേഷം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ MEC7 അംഗങ്ങൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLAക്കും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ എല്ലാ മാന്യ വ്യക്തികൾക്കും വളരെ സന്തോഷത്തോടു കൂടി ഈ രാവിലത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. Yes. 1, 2, 3, 4, 5. Okay, thank you. ഈ ടോൾബോട്ട് ഇവിടെ നിയമവിരുദ്ധമാണെന്ന് അറിയാത്തവർ ആരുമില്ല. ഇതിന് സംരക്ഷണം നൽകാൻ നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം ഇത് നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാന്യനായ ജില്ലാ കളക്ടർക്കും സംശയമില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും സംശയമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ഘടികരിക്കും സംശയമില്ല. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു നിയമവിരുദ്ധ പ്രവണത നമ്മുടെ നാട്ടില് വന്നുപെട്ടു എന്നതാണ് ഇന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നത്. ഈ സമരം എന്നും മഞ്ചേശ്വരത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു ടോൾ പ്ലാസയിൽ നിന്ന് മറ്റൊരു ടോൾ പ്ലാസയിലേക്ക് ഏറ്റവും മിനിമം ദൂരം, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചട്ടപ്രകാരം 60 കിലോമീറ്റർ ദൂരമാണ്. ഏറ്റവും മിനിമം ദൂരം 60 കിലോമീറ്റർ ആണ്. എന്നിരിക്കെ വെറും 22 കിലോമീറ്റർ ടോൾ പ്ലാസ ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പരിപാടി. അതെ, തീർച്ചയായും കുമ്പളയിലെ ജനങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ എമ്പടിയോടൊപ്പം നിന്നുകൊണ്ട് പോരാടുമെന്നുള്ള സൂചനയാണ് ഈ MEC7 എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വേദനകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ സമര പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാവരും മനസ്സിൽ കരുതണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. വർഗ വർണ്ണ ഭാഷ ദേശ വ്യത്യാസമില്ലാതെ വിവിധ ഭാഷയുടെയും വിവിധ മതങ്ങളുടെയും സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുരിശുമാലയിട്ട ഗുരിയാഘോഷം, നിസ്കാരത്തയമ്പുള്ള നാശവും ചന്ദനപുരിക്കൊക്കെ ചന്ദ്രനും ഏകോദര മത സൗഹാർദ്ദങ്ങളെ സൂക്ഷിച്ചുകൊണ്ടും മുമ്പോട്ട് കടന്നു പോകുന്ന നമ്മുടെ കുമ്പളയുടെ പവിത്രകരണമായ മണ്ണിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംഗമത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ MLAയും സംഘത്തെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. MEC7 എന്ന് പറയുന്നത് ഒരു ആരോഗ്യ കൂട്ടായ്മയാണ്. മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, നാടിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഞങ്ങളുടെ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ MEC7 അതിരാവിലെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമായിട്ടാണ്
ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ അത് വലിയൊരു സമരമായി ആയിപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും എന്നതോടൊപ്പം നക്സലിന്റെ അംഗങ്ങൾ ഐക്യദാർഢ്യവുമായി ഒന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ആ ടോൾ ഇവിടെ എപ്പോൾ അവസാനിക്കുന്നതനുസരിച്ച് MLA അതിന്റെ നടുത്തളത്തിൽ ഇറങ്ങി തന്നെ ഇവിടെ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്ക് വിഷയമുണ്ട്. അതുകൊണ്ട് ഈ ടോൾ അവസാനിക്കുന്നതുവരെ നക്സലിന്റെ എല്ലാ അംഗങ്ങളും തീർച്ചയായിട്ടും MLAയുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരമാവധി എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ಶ್ರೀ AK ಕಷ್ಟಪವರ ನೇತೃತ್ವದಲ್ಲಿ ನಡೆಯುವಂತ ಈ ಧರಣಿ ಸತ್ಯಾಗ್ರಹಕ್ಕೆ ಮ್ಯಾಕ್ಸ್ವೆಲ್ ಕುಂಬಳಯ್ಯ ನೀಡಿದ ಎಲ್ಲಾ ವಿಧ ಭಾವವನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಕುಂಬಳಯ್ಯ ಈ ಒಂದು ಹೃದಯ ಭಾಗದಲ್ಲಿ ಯಾವುದೇ ಒಂದು ಜನರಿಗೆ ಅಸಹಾಯಕ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂತಹ ಈ ಟೋಲ್ ಇದು ಇಲ್ಲಿಗೆ ಕೊನೆಗಾಣಬೇಕು. ಅದೇ ರೀತಿಯಲ್ಲಿ ಸಾರ್ವಜನಿಕರಿಂದ ಈ ಲೂಟಿ ಮಾಡುವಂತಹ ಈ ಟೋಲ್ ಹಣವನ್ನು ಆದಷ್ಟು ಬೇಗನೆ ಸರ್ಕಾರ ಹಿಂದಕ್ಕೆ ತೆಗಿಬೇಕು. ಇದರೊಂದಿಗೆ ಶಾಸಕರೊಂದಿಗೆ ನಿರಂತರವಾಗಿ ಕೈ ಜೋಡಿಸುತ್ತಾ ಇಂದಿನ ಈ ಸತ್ಯಾಗ್ರಹಕ್ಕೆ ನೇತೃತ್ವ ನೀಡಿದ ಶ್ರೀ AK ಅಶ್ರಫ್ ಅವರಿಗೆ ಸಂಪೂರ್ಣ ಬೆಂಬಲವನ್ನು ಸಾರುತ್ತಾ ಇಂದಿನ ಈ ಸತ್ಯಾಗ್ರಹ ವಿಜಯಗೊಳ್ಳಲಿ ಎಂದು ಹಾರೈಸ್ತಾ ಇದ್ದೇನೆ. മുക്കിനെ ടോൾ ഉണ്ടാക്കി ജനങ്ങളെ ആകെ വഞ്ചിക്കുന്ന അധികാരികളെ മൂരാച്ചികളെ നിങ്ങൾക്കെതിരെ ആണ് ഈ സമരം. ഇല്ല അനുവദിക്കില്ല. വഞ്ചനയാണ്. ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ദൂരപരിധി 60 കേന്ദ്രമന്ത്രി പറഞ്ഞതാ. പാർലമെന്റിൽ പറഞ്ഞതാ. എന്നിട്ടെന്തേ ധിക്കാരോ. പറഞ്ഞ വാക്കിന് വിലയില്ലേ. രാജിവെച്ച് പുറത്തു പോ. ജനകീയ സമരം സിന്ദാബാദ്. ഈ സമരം ആളിപ്പടരും. സമരത്തെ പിടിച്ചു കെട്ടാനാവില്ല. ലാത്തി കൊണ്ടും ജയിലറ കൊണ്ടും ഇല്ലാതാക്കാനാവില്ല. ഈ ടോൾ ആരംഭിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അതിന്റെ സമരം നടത്തുകയും അവസാനം കോടതിയിൽ പോവുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. இந்த முஸ்லிம் பாய் வந்ததோன கண்ணே ஜபக்கல் பாபன ஜாத்தையல்லு வந்ததோன கண்ணே ஜபக்கல் பாபன ஜாத்தையல்லு வந்ததோன கண்ணே இந்த முஸ்லிம் பாய் வந்ததோன கண்ணே
ಜವಕಲ್ಲು ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ ಜವಕಲ್ಲು ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ ತಾಮಸೋದ ಮನಸ್ಸಿನಿಂದ ಎಲ್ಲಬಹುದೇ ಉಂಟು ಜಾತಿಬೇಡ ನಮಗೆ ಬೇಡ ಪ್ರೀತಿಪ್ರೇಮಾಗಿತ್ತು ಕನ್ನಡರು ಬಾಬಾ ಸೇವಿಗೆ ಕನ್ನಡರು ಬಾಬಾ ಸೇವಿಗೆ ತ್ಯಾಗಮಗೋಣ ಬನ್ನಿ ಜವಕಲ್ಲ ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ ಜವಕಲ್ಲ ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ ಇಂದು ಮುಸ್ಲಿಂ ಬಾಯಿ ಇಂದು ಮುಸ್ಲಿಂ ಬಾಯಿ ಒಂದಗೋಣ ಬನ್ನಿ ಜಗತ್ತಲ್ಲ ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ ಜಗತ್ತಲ್ಲ ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ ಜಗತ್ತಲ್ಲ ಬಾಬನ ಜಾತ್ರೆಯಲ್ಲಿ ಒಂದಾಟೋಣ ಬನ್ನಿ